മെഡിക്കൽ കോഡിങ്ങിന് പല നെഗറ്റീവ്സ് വരലുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസസ് ഒക്കെ വരലുണ്ട്. ശരിക്കും ഈ മെഡിക്കൽ കോഡിങ് അത്രയും ടഫ് അല്ല എന്നുള്ളത് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ കോഡിങ് ഇത്രയും ഡിമാൻഡ് ഹെൽത്ത് കെയർ IT സെക്ടേഴ്സിലൊക്കെ ഇത്രയും ഡിമാൻഡ്സ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ എന്ത് കൊടുക്കുന്ന സമയത്തും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരാൾക്ക് ഒരു കാര്യം പഠിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ക്വാളിറ്റിയിലാണ് കുട്ടി ഗ്രാസ്പ് ചെയ്യുന്നത്. ആ സെയിം സാധനമായിരിക്കും അത് എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ എന്ത് ചെയ്യാൻ പോകുന്നത് കുട്ടി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എവിടെ പോയാലും ഒരു ചാൻസ്, മോസ്റ്റ് ഓഫ് ദ സ്ഥലങ്ങളിൽ ചാൻസ് ഉള്ള ഒരു സർട്ടിഫിക്കേഷനാണ് ഈ CPC എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ ജനറേഷനിലൊക്കെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, ജോലിക്ക് കയറണം. പക്ഷെ അവരൊക്കെ ചൂസ് ചെയ്യുന്ന കരിയർ ചിലപ്പോൾ BAMS ആയിരിക്കാം, BDS ആയിരിക്കാം, BTech ആയിരിക്കാം. വളരെ കഷ്ടപ്പെട്ട് നീറ്റൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് അഡ്മിഷൻ എടുത്ത് ഇത്രയും വർഷങ്ങൾ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്. നിങ്ങളൊരു ജോലിക്ക് പോയി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എക്സ്പീരിയൻസ് എവിടെ? നിങ്ങൾ ഫ്രഷറാണ്, സോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലിക്ക് നിങ്ങളെ ഹയർ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് കേൾക്കുന്ന ഒരു സെക്ടറാണ് ഹെൽത്ത് കെയർ സെക്ടറിൽ തന്നെ മെഡിക്കൽ കോഡിങ്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഫ്രഷേഴ്സിനൊക്കെ ഒരുപാട് ഡിമാൻഡ് ആക്കുന്ന ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിങ് അല്ലേ? അതെ, അതായത് നമുക്കിപ്പം ഹെൽത്ത് സെക്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതൊരു ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ്. അപ്പം ഒരിക്കലും ഒരു ജോബ് ഇല്ലാത്ത ഒരു സാഹചര്യം വരാത്തൊരു ഏരിയ ആണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ കോഡിങ് ഇത്രയും ഡിമാൻഡ് ഹെൽത്ത് കെയർ IT സെക്ടേഴ്സിലൊക്കെ ഇത്രയും ഡിമാൻഡ്സ് ആയിട്ട് വരുന്നത്. നമുക്കറിയാൻ കഴിഞ്ഞൊരു കോവിഡ് ടൈമിലൊക്കെ ഒരുപാട് ആൾക്കാർ വീട്ടിൽ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വരുമാനം ഇല്ലാതിരുന്ന സമയത്തും ഒരു റെസ്റ്റും ഇല്ലാതെ മുന്നോട്ട് പോയൊരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ഹോസ്പിറ്റലും അവിടുത്തെ കേസുകളും അവിടുത്തെ ഫയൽസും കൂടുകയുള്ളൂ, ഒരിക്കലും അത് കുറയില്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും ഹെൽത്ത് കെയറും അതേപോലെ മെഡിക്കൽ കോഡേഴ്സും അന്ന് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോലി നേടിയിട്ടുണ്ട്. അപ്പം ആ ഒരു മെഡിക്കൽ കോഡിംഗ് സെക്ടറിന് അന്നൊരു എന്താ പറയുക, ജോലിയിൽ ഒരു തരത്തിലുള്ള വെല്ലുവിളികളും നേരിട്ടിട്ടില്ല. ആ ഒരു സ്ട്രീം അതുപോലെ തന്നെ കോവിഡ് കഴിയുന്നിടത്തോളം കാലവും മെഡിക്കൽ കോഡിങ്ങിലെ ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴും മെഡിക്കൽ കോഡിങ്ങിലെ മെഡിക്കൽ എന്ന് പറഞ്ഞൊരു ടേം പലർക്കും കൺഫ്യൂഷൻ കൊടുക്കുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് മെഡിക്കൽ റിലേറ്റഡ് ആണോ, MBBS ഒക്കെ പോലെ ഒരുപാട് പഠിക്കാനുണ്ടോ, മെഡിക്കൽ കോഡിംഗ് നല്ല പേര് വരുന്നത്, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ശരിക്കും ഈ മെഡിക്കൽ കോഡിംഗ് അത്രയും ടഫ് അല്ല എന്നുള്ളത് പലർക്കും അറിയില്ല. അതെ, അതായത് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവർ ഈ വേർഡ് കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കുന്നത് കുറച്ച് എന്താണ് അധികം പഠിക്കാനുണ്ട്, മെഡിക്കൽ അവർക്ക് തീരെ ടച്ച് ഇല്ലല്ലോ, ആ ഒരു രീതിയിലാണ്. പക്ഷേ ഇതിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മെഡിക്കൽ കോഡിങ്ങിൻ്റെ ശരിക്കും സബ്ജക്റ്റ് വരുന്നത് ICD കോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ വരുന്നുണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. അതിനകത്ത് ഡിസീസ് കോഡിംഗ് ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അതിപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ക്ലാസ്സും പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മളിത് കവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ CPT കോഡിംഗ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് സബ്ജക്റ്റ് വരുന്നുണ്ട്. അത് പ്രൊസീജിയറാണ് അതിനകത്ത് നമ്മൾ പറയുന്നത്. അത് പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എന്ത് പ്രൊസീജിയേഴ്സ് കൊടുക്കുന്നു എന്നുള്ളതാണ് കോഡിംഗ് അതിൽ വരുന്നത്. പിന്നെ HIPICS അല്ലെങ്കിൽ HCPCS എന്ന് പറഞ്ഞൊരു കോഡിംഗ് വരുന്നുണ്ട്. അതിനകത്ത് മെഡിക്കൽ സപ്ലൈസ് ആണ് കോഡിംഗ് വരുന്നത്. പിന്നെ ലാസ്റ്റ് മെഡിക്കൽ കോഡിങ്ങിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് HIPAA എന്ന് പറയുന്നതാണ്. ഇപ്പോൾ അതിനകത്ത് ഏതൊരു സെക്ടറിലും ഉണ്ടാകുന്ന റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാവുമല്ലോ, അതാണ് അതിൽ വരുന്നത്. ഇതിന് പുറമേ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാറ്റമിയാണ്. അതായത് ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് നോളജ് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഈ ഒരു CPT പ്രൊസീജിയറൽ കോഡിങ്ങും ഡിസീസ് കോഡിങ്ങും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പം ഈ ഒരു 4-5 സബ്ജക്ട്സ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ക്ലാസ്സിങ് നമുക്ക് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക്